everyone, welcome back to my new video. My name is Serafina. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അത് നിങ്ങളുടെ ഫാമിലിയിലാവാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താവാം, നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്താവാം, നിങ്ങളുടെ നെയ്ബേഴ്സിലാവാം, ആരെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ കുറച്ച് ആൾക്കാർ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യം, നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അതൊക്കെ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ് ആണ്. പ്രധാന 13 റീസൺസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മോസ്റ്റ്ലി ഇതേപോലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു മെൻറ്റർഷിപ്പ് പോലുള്ള വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനബിൾ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം, ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ആവാം, അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം, നിങ്ങളോടുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം. അപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെ നമുക്ക് ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഇഷ്ടം തിരിച്ച് പിടിക്കാമെന്നായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം അവർക്ക് നഷ്ടപ്പെടുന്നത്, അതിൻ്റെ റീസൺസ് ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ആ ഒരു വീഡിയോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ലൈഫ് ബുക്കിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ ലൈഫ് ബുക്ക് എന്താണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ആ വീഡിയോയിൽ ഞാനിതിനെ പറ്റി കുറച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 13 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലവർ, നിങ്ങളുടെ ക്രഷ്, നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ ഫ്രണ്ട്, ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം, താല്പര്യം, ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതൊക്കെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട 13 റീസൺസ് ആണ്. അപ്പോൾ അതിലെ 13ാമത്തെ പോയിന്റ് ഞാൻ പറയാം. 13ാമത്തെ പോയിന്റ് ആണ് ലാക്ക് ഓഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ കൊടുത്താൽ മാത്രം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കാര്യമാണ് റെസ്പെക്റ്റ്. അതിപ്പോൾ റിലേഷൻഷിപ്പിൽ എന്ന് ആവണം എന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്താവാം, നിങ്ങളിപ്പോൾ ഒരു സ്ട്രേഞ്ചറിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെയും ആവാം, എല്ലായിടത്തും കൊടുത്താൽ മാത്രം, നമ്മൾ വിതച്ചാലേ നമ്മൾക്ക് കിട്ടൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു സംഭവം ആപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, റെസ്പെക്റ്റ് അർഹിക്കുന്നവർക്ക് മാത്രം അർഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ടൊന്നും റെസ്പെക്റ്റ് കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം. അവിടെ നമ്മുടെ മാനേഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരാളിനെ നമ്മൾ താണുവണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മര്യാദയാണ്. നമ്മളവിടെ നമ്മുടെ സ്റ്റാൻഡേർഡിന് താഴേക്ക് പോവാതെ ബിഹേവ് ചെയ്യും. ഇപ്പം റെസ്പെക്റ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അവിടെ ചെറിയൊരു സ്റ്റോറി പറയണമെന്നുണ്ട്, പെട്ടെന്ന് പറയാം. അതായത് മാർത്ത എന്ന് പറയുന്ന ഒരു ലേഡി, ഇവർ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക, പക്ഷെ ഇവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. ഇവർക്ക് വലിയ അറിവോ വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ആ ഒരു കാരണം വെച്ചിട്ട് ഇവർക്ക് ജോലി ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിലും ഇവർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാലത്തെ കഠിന പ്രയത്നത്തിന് ശേഷം മാർത്തയ്ക്ക് ഒരു ഇന്റർവ്യൂവിനൊരു കോള് വരികയാണ്. അങ്ങനെ മാർത്ത ഒരു ബസ്സിൽ കയറി തനിക്ക് ഇന്റർവ്യൂ നടക്കുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കുക. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ആ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതിൽ 90% ആൾക്കാരും ഈ സെയിം കമ്പനിയിലേക്കാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, താൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ്സിലെ 99% ആൾക്കാരും പോകുന്നതെന്ന്. അപ്പോഴത്തേക്കിനും പുള്ളിക്കാരെ ആകെപ്പാടെ അങ്ങ് ഡീമോട്ടിവേറ്റഡ് ആയി. ഇവരൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അവർക്കെല്ലാം ജോലി കിട്ടാൻ ചാൻസ് ഉള്ളവരാണ്, താൻ മാത്രം വലിയ ക്വാളിഫൈഡ് ഒന്നും അല്ല, അപ്പം ഞാൻ വെറുതെ പോകണോ എന്നിങ്ങനെയൊക്കെ ആലോചിച്ചു. എന്തായാലും ടിക്കറ്റ് എടുത്ത് പോയി. എന്തായാലും അവിടെ വരെ
ചെന്ന് അറ്റൻഡ് ചെയ്തിട്ടെങ്കിൽ വരാമെന്ന് മാർത്ത ഇങ്ങനെ തീരുമാനിച്ചു. തനിക്ക് ജോലി കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചവർ. അങ്ങനെ അവർക്ക് എത്തേണ്ട സ്റ്റോപ്പായി അവരിറങ്ങി. ഇറങ്ങാൻ നേരത്തിന് ഭയങ്കര റഷ്, കാരണം എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു തിടുക്കത്തിൽ ഇങ്ങനെ ഓടുവാണ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ഇരുന്നത്. അവർ പെട്ടെന്ന് ഇറങ്ങാൻ നേരം ബാക്കിലുള്ള ആൾക്കാർ തട്ടി അവർ താഴെ വീണു. അവർ താഴെ വീണപ്പോൾ ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും ഓടുവാണ്. ചിലവർ അവരുടെ മണ്ടയ്ക്കൂടെ അവരുടെ ദേഹത്ത് ചവിട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. അപ്പം മാർത്തയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേന് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. ഒരാൾ താഴെ വീണിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, മറിച്ച് അവരുടെ ദേഹത്തോട് ഓടുന്നു. ഇത് കണ്ട് അവർക്ക് ദേഷ്യം വന്ന് മാർത്ത എന്ത് ചെയ്തു, ആ സ്ത്രീയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവരെ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മാർത്ത ഒരു വിധത്തിൽ അവരെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ വന്നു. അങ്ങനെ ഇവരകത്ത് വന്നപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. കാരണം ആ ഒരു ഹാള് ഫുൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരുടെ ഒരു തിരക്കായിരുന്നു. ഒരു റഷ് കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരുടെ പകുതി ജീവൻ പോയി. കുറേ നേരം കഴിഞ്ഞു, മാർത്തയുടെ പേര് വിളിച്ചു. അവർ ഇൻ്റർവ്യൂവിന് ചെല്ലുവാണ്. ചെന്നപ്പം അവർ വീണ്ടും ഞെട്ടിപ്പോയി. താൻ ആ റോഡിൽ വെച്ച് എഴുന്നേൽപ്പിച്ച് ആ റോഡിൽ വീണ് കിടന്ന ആ ഒരു സ്ത്രീയാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി. അവരാണ് മാർത്തയെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. അപ്പം ഇവർ മാർത്തയെ കണ്ടപ്പോഴത്തേന് എഴുന്നേറ്റ് വന്ന് മാർത്തയുടെ കയ്യിൽ പിടിച്ച് മാർത്തയെ കെട്ടിപ്പിടിച്ചു. അപ്പം മാർത്തയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കുളിര് കോരുന്ന ഒരു അവസ്ഥ വന്നു. എന്നിട്ട് പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വായിച്ചു നോക്കി. എന്ത് പറഞ്ഞു, യു ആർ സെലക്റ്റഡ്, യു ആർ അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞു. മാർത്തയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഇവർ പറയാണ്, അതായത് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് താങ്കളെ ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അത്രയും പേര് ആ ബസ്സിലുണ്ടായിരുന്നിട്ട് ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, മറിച്ച് എൻ്റെ ദേഹത്തോടെ ചവിട്ടിയാണ് അവരെല്ലാം കടന്നുപോയത്. അപ്പം എന്നെ രക്ഷിച്ച് എന്നെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന നീ മാത്രമാണ് ഈ ഒരു ജോലിക്ക് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് ഈ സ്റ്റോറിയിലൂടെ പറഞ്ഞു വന്നത്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അവിടെ അത്രയും പേരും ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുത്തില്ല. അപ്പം ഇതവർക്ക് കൊടുത്ത ആൾക്ക് ആ ഒരു ജോലി അർഹിച്ച ജോലി അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ റിലേഷൻഷിപ്പിലും ആവശ്യമുള്ളത്. കാരണം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യവും കാര്യം എല്ലാം പോകും. ആദ്യമൊക്കെ മേ ബി നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നിരിക്കണം, പിന്നെ നിങ്ങൾ അറിയാതെ അത് സ്റ്റോപ്പ് ആയതുകൊണ്ടാവാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറയാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ദെൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്സ്റ്റ് പോയിൻ്റാണ് നോട്ട് മേക്കിംഗ് ടൈം ഫോർ ഈച്ച് അതർ. പരസ്പരം സമയം കണ്ടെത്താതെ വരുന്നത് ഒരു വലിയ പോയിന്റാണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പരസ്പര കമ്മ്യൂണിക്കേഷൻ വേണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫിസിക്കലായിട്ടോ അല്ലാതെയോ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോകും, ഒരു ഡിസ്റ്റൻസ് അവിടെ വരും. ഇത് ഞാൻ വേറൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയിൽ പറയാം. അതായത് ഒരു വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വൈഫ് ഭയങ്കര ഡാൻസറാണ്. അപ്പം ഇവരിങ്ങനെ ഓരോ ഷോ ഒക്കെ ചെയ്യാൻ പോയിട്ട് വന്നിട്ട് ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കും. പക്ഷെ ഹസ്ബൻഡ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അയാൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. അപ്പം ഹസ്ബൻഡ് ഇതൊന്നും നോക്കത്ത് പോലുമില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഈ വൈഫ് എന്ത് ചെയ്തു, ഈ വീഡിയോസൊക്കെ സ്റ്റാറ്റസ് ആക്കി സ്റ്റോറീസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ സ്റ്റോറി കണ്ട ഇവരുടെ ഒരു ഫ്രണ്ട്, ചെറിയൊരു ഫ്രണ്ടാണ്, മീൻസ് അങ്ങനെ അടുത്ത ഫ്രണ്ടൊന്നും അല്ല, ഇയാള് ഇവരുടെ ഈ വീഡിയോസിന് നല്ല നല്ല റിപ്ലൈസ് കൊടുക്കാൻ തുടങ്ങി. വാവ്, സൂപ്പർ പെർഫോമൻസ്, അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും വീണ്ടും ഇവരുടെ സ്റ്റോറീസിന് ഇയാൾ ഫീഡ്ബാക്ക് പറയാൻ തുടങ്ങി. അത് കൊള്ളായിരുന്നു, പിന്നെ ഇത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവർ ആഗ്രഹിച്ച സ്വന്തം ഹസ്ബൻഡിൽ നിന്ന് കിട്ടണം എന്ന് അവർ ആഗ്രഹിച്ചത് ഒരു ഫ്രണ്ടിൽ നിന്നും, ഒരു ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നും അവർക്ക് കിട്ടാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു, പതിയെ പതിയെ ഹസ്ബൻഡിനെ പ്രോഗ്രാംസ് കഴിഞ്ഞ് വന്ന് ഈ വീഡിയോസ് കാണിക്കുന്ന പരിപാടി നിർത്തി. അവർ പിന്നെ ഹസ്ബൻഡിനോട് ഒന്നും ഷെയർ ചെയ്യാതായി. ഇവർ ഫുൾ ടൈം ഈ ആളുമായിട്ട് ഫോണിൽ സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അവരൊരു ഡിവോഴ്സിൻ്റെ വക്കിലെത്തുകയും ഇവർ തമ്മിൽ പിന്നീട് ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. ഇതാണ് നമ്മൾ പരസ്പരം സമയം സ്പെൻഡ് ചെയ്യുക, അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒരു ആവശ്യത്തിൻ്റെ. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെൻഡ് ചെയ്യുമ്പോൾ, പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പം
അവിടെ ഒരു ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാവും. പക്ഷെ അത് ഇല്ലാതെ വരുമ്പോൾ പരസ്പരം ഒരു അകൽച്ച അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ നിങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നതിൻ്റെ ഒരു റീസൺ നിങ്ങൾ ആ ആളിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതും ആവാം. അതാണ് നമ്മളുടെ 12th പോയിന്റ്. ഇനി നമ്മുടെ 11ാമത്തെ പോയിന്റ് ആണ് ലൈയിങ്. അതായത് ബീയിങ് ഡിസ്ഓണസ്റ്റ് ആവാം. ഒരാൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ലൈഫിൽ എന്നും ഒരു മുറിവായിട്ട് അവശേഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പാർട്ട്ണർ നമ്മളോട് കള്ളം പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം അത്രയും ട്രസ്റ്റ് കൊടുക്കുന്ന ഒരാൾ നിങ്ങൾക്ക് തിരിച്ചത് തരുന്നില്ല. നിങ്ങളോട് അയാൾ ഒരു കള്ളം പറയുന്നു, കള്ളത്തരം കാണിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഒരു സ്റ്റേജിൽ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ലൈഫിൽ ഒരിക്കലും അയാളുടെ പഴയതുപോലെ കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റേ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കുഞ്ഞു മിസ്റ്റേക്ക്, എന്തെങ്കിലും ചെറിയ കള്ളമായിരിക്കും പറഞ്ഞത്, നിങ്ങൾ ലേറ്റ് ആയതിൻ്റെ റീസൺ, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ വേറെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. പക്ഷെ അത് അവരുടെ ഉള്ളിൽ നിൽക്കും. അങ്ങനെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമൊക്കെ പതുക്കെ പതുക്കെ കുറയുന്നതിൻ്റെ ഒരു കാരണമാകും എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നോട്ട് ലിസണിങ് എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരാളിനെ വേണം എന്നുള്ളത്. അവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, അവരുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, അവരുടെ ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യാനും, വിഷമങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഒരാളിനെ വേണം എന്നുള്ളത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും അവരുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ ഇതൊക്കെ ചെയ്യും, അതിനൊക്കെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അതിന് ടൈം തരുന്നില്ല, ടൈം കിട്ടുന്നില്ല, അതിനൊന്നും സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ബീയിങ് ടു കൺട്രോളിങ്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയാണ്, നീ ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, നീ അവരോട് സംസാരിക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, നീ ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പ്രഷർ കുക്കറിനകത്ത് പെട്ടുപോകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരത്തില്ലേ? ഇതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറിനും ഫീൽ ചെയ്യുന്നത്. സോ ഒരിക്കലും നമ്മൾ ഒരാളിനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അത് നമ്മളുടെ എത്ര അടുത്ത ആളാണെങ്കിലും ഓരോ മനുഷ്യരും ഇൻഡിപെൻഡൻ്റ് ആണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ഇൻഡിപെൻഡൻസിന് ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറം കയറാൻ ഒരു ഹസ്ബൻഡിനോ വൈഫിനോ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ആർക്കും അനുവാദം ഇല്ല എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പോലും ഹൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം അതിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഒരാളിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഹാപ്പിനെസ്സിന് നല്ലത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം സെൽഫിനോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളും ചീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ചീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം ചീറ്റിംഗ് ഇസ് എ ചോയ്സ് എന്ന് തന്നെയാണ്. സിറ്റുവേഷനൊക്കെ എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും ലോയൽ ആയിട്ടുള്ള ഒരാൾക്ക് ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചോയ്സ് തന്നെയായിരിക്കും. ലോയൽ ആയിട്ടുള്ള ഒരാൾ ചീറ്റ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം സിറ്റുവേഷൻ, നമുക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും സിറ്റുവേഷനൊന്നും അറിയത്തില്ല, നമ്മളെല്ലാവരുടെയും എല്ലാ സിറ്റുവേഷനിലൂടെയും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ കേസ് ആണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ചിലപ്പം സിറ്റുവേഷനും പലരുടെയും ലൈഫിൽ ചീറ്റിങ്ങിന് വഴി തെളിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന മോസ്റ്റ് ഓഫ് കേസസിലും ചീറ്റ് ചെയ്യുന്നത് സിറ്റുവേഷൻ കൊണ്ടൊന്നുമല്ല, അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള ചില ട്രേറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം. സോ അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള ഇഷ്ടം ഇൻട്രസ്റ്റ് ഒക്കെ കുറയുന്നത് ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചീറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തമ്മിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് നോട്ട് ബീയിങ് സപ്പോർട്ടിങ്. അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടുക. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എന്താണോ ആ ഇൻറ്റൻഷൻസിന് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വേണം. അപ്പം നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കുറ്റം പറയുകയാണ്, എപ്പോഴും ആ ഒരു സപ്പോർട്ട് തരാതെ നിങ്ങളെ എഗൈനിസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ അവിടെ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ആ ആളിന് കുറയുന്നതിന് ഒരു റീസൺ ആണത്. ആൻഡ് നെക്സ്റ്റ് ആണ് ടേക്കിംഗ് ദം ഫോർ ഗ്രാൻഡഡ്. ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ്, സിൻസിയറിറ്റി പോലുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഇല്ലായിരിക്കും, പക്ഷെ അവർക്ക് ട്രൂ ലവ് ഉണ്ടെന്നും പറയാം.
അപ്പോൾ അങ്ങനെയുള്ളവർ ഇവരുടെ പാർട്ട്ണറിനെ അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നവരായിരിക്കും, ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരായിരിക്കും. സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് എന്നൊരു ഡൗട്ട് അവർക്ക് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ പറഞ്ഞ പോലെ പിന്നീട് നിങ്ങളോട് കോൺടാക്ട് ചെയ്യാനും നിങ്ങളോട് കൂടെ സംസാരിക്കാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനും ഒരു താല്പര്യം ഇല്ലാതെ വരും. അപ്പം അതും ഒരു പോയിന്റ് ആണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ബീങ് ടു നെഗറ്റീവ് എന്ന് പറയുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും നെഗറ്റീവ്സ് മാത്രം സംസാരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റിനും പോകുന്നില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് റിപ്ലൈ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാരണം നമ്മൾ അവരുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്താൽ നമ്മളും നെഗറ്റീവായി പോകും ഓട്ടോമാറ്റിക്കലി. സോ നിങ്ങളുടെ പാർട്ട്ണർ ഇതേപോലെ എന്ത് കാര്യത്തിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. കാരണം എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും അതിലെല്ലാം കുറ്റം മാത്രം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നതിനുള്ള ഒരു വലിയ റീസൺ ആയിരിക്കും അത്. ആൻഡ് നെക്സ്റ്റ് ആണ് അലോവിങ് ആർഗ്യുമെന്റ്സ് ടു എസ്കലേറ്റ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരാളുമായിട്ട് എപ്പോഴെങ്കിലും ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആ ആളിനെ പിന്നീട് 100% നിങ്ങൾക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ആ ആളിനോട് 100% ജെനുവിൻ ആയിട്ട് പെരുമാറാനോ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു തോട്ട് വരും, ഈ ആളുമായിട്ട് ഞാൻ അന്ന് ഭയങ്കര വഴക്കിട്ടതല്ലേ, ഇയാളുമായിട്ട് ഞാൻ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ, അപ്പോൾ ഈ പോയിന്റ് ഇയാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട എന്നൊരു തോട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ആളിനൊരു ബൗണ്ടറി നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യും. സോ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. അതൊരു ഫോർമൽ ആയിട്ടുള്ള ടോക്ക് മാത്രമേ പിന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടാവത്തുള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറിച്ച് വെക്കും, ഈ കാര്യമൊന്നും ഇയാളോട് പറയണ്ട, അയാൾ കുറച്ച് ആ കാര്യത്തിൽ സെൻസിറ്റീവ് ആണ് എന്നൊക്കെ ഉള്ള തോട്ട് വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ആർഗ്യുമെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഏതൊരു കാര്യം നിങ്ങൾ കാമായിട്ട് എക്സ്പ്രസ് ചെയ്യുക, കാമായിട്ട് ലിസൺ ചെയ്യുക, നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇമോഷണൽ മാനിപ്പുലേഷൻ. ഇമോഷണൽ മാനിപ്പുലേഷൻ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ പ്രോമിസ് പാലിക്കുന്നില്ല, നിങ്ങളൊരു സമയത്ത് വരാം, ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാതെ വരുമ്പം ആ ആള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണ്. ആ ആളിനെ ഏറ്റവും ഹേർട്ട് ആവുന്നത് അതാണ്, നിങ്ങൾ കൊടുക്കുന്ന പ്രോമിസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോട് ദേഷ്യവും വിഷമവും ഒക്കെ വരും അല്ലേ. അപ്പം ഗ്രാജുവലി അവർ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. സോ ഇതൊരു റീസൺ ആണ്. ആ ആളുടെ ഇമോഷനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് മനുഷ്യരാണ്, പറഞ്ഞ സമയത്ത് എപ്പോഴും വരാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ അത് ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു കാര്യം പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള മര്യാദ നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആളിനോട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഫെയിലിംഗ് ടു മീറ്റ് എക്സ്പെക്ടേഷൻസ്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു റിലേഷൻഷിപ്പിലാവുന്നതിന് മുന്നേ ഇപ്പം ബോയ് ഫ്രണ്ട് പറയാണ്, ഞാൻ മൂവിയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്, എനിക്ക് എല്ലാ മൂവിയും തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും അത് സെയിം ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിച്ച് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ വന്നു. പക്ഷെ ഒരു ദിവസം നിങ്ങൾ പറയണം നമുക്ക് ഇന്ന മൂവി കാണാൻ പോകുന്നു, അപ്പം ഇന്ന് എനിക്ക് സമയമില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേ പറയുന്നു പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെ കുറേ മൂവീസിൻ്റെ കാര്യം പറഞ്ഞിട്ടും ആൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ അന്ന് എന്നോട് പറഞ്ഞത്, അന്ന് ഭയങ്കര മൂവിയൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നല്ലോ, പക്ഷെ ഇപ്പം എന്ത് പറ്റി, ഇത് ശരിയാവാൻ തോന്നുന്നില്ല എന്നൊരു തോട്ട് വരും. അങ്ങനെയും ഈ പറഞ്ഞ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതിന് ഒരു റീസൺ ആകും. എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല റിയാലിറ്റി എന്ന് തിരിച്ചറിയുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾ എന്താണോ ആ ജെനുവിൻ സൈഡ് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ബീയിങ് ടു ക്ലിങ്ങി ആൻഡ് നീഡി എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് കില്ലർ. ഒരു റിയൽ റിലേഷൻഷിപ്പ് കില്ലറാണ് ഈ ക്ലിങ്ങി ആയിട്ടുള്ള ആൾക്കാർ, ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പുറകിന് എപ്പോഴും നമുക്ക് സംസാരിക്കാം, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം, നമുക്ക് സിനിമയ്ക്ക് പോകാം, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ സംസാരിക്കൂ, എന്നോട് മിണ്ട്, എന്നെ പാമ്പർ ചെയ്യും, ഇങ്ങനെയൊക്കെ പറയുമ്പം ആ ആളുടെ നിങ്ങളോട് ശല്യം എന്നുള്ളൊരു ഫീല് വരും. അതേസമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം.
ആ ആളിന് വേണ്ട സ്പേസും റെസ്പെക്റ്റും നിങ്ങൾ കൊടുത്തോണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ക്വാളിറ്റി ടൈമിന് മാത്രം നിങ്ങൾ ഒരു പ്രഷർ ചെലുത്തുക. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മിണ്ട നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ആളുടെ മനസ്സിൽ ഇവർക്ക് വേറെ പണിയില്ലേ, ഇവർ വേറൊരു പണിയില്ലേ എന്നുള്ളൊരു ഇമേജ് വന്ന് ഗ്രാജുവലി നിങ്ങളോടുള്ള എല്ലാ ഇഷ്ടവും പോയി വേറൊരു ഹൈ വാല്യൂ ഉള്ള ഒരു ഗേളിനോടോ ബോയോടോ അവർക്ക് ക്രഷ് തോന്നാൻ തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്ലിങ്ങി പേഴ്സൺ ആണെങ്കിൽ അത് നിർത്തി കുറച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റും കൂടിയുണ്ട്. അതായത് നമ്മളിൽ ചിലവർ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളാണ് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് എന്നുള്ളത്. എൻ്റെ ലാസ്റ്റ് പോയിന്റാണിത്. നമ്മൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്ര പോരാ എന്നുള്ളൊരു തോട്ട് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചിന്താശേഷിയും ഭാവനകളും കഴിവുകളും ഒക്കെ ഉണ്ട്. അതുപോലെ എല്ലാവരുടെ സിറ്റുവേഷനും ഡിഫറെൻ്റ് ആണ്. എല്ലാവരും ഒരുപോലെ അല്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം അതിനനുസരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് നിങ്ങൾ പെരുമാറുക. ആദ്യം വേണ്ടത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ നിങ്ങൾ മനസ്സിലാക്കുക. ആളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ന ആൾ എങ്ങനത്തെ ടൈപ്പാണ് എന്ന്. സോ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.